ദേശത്തൊക്കെ നോക്കിയിട്ട് ഈ ഒരു കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഒരു തരത്തിലുള്ള അപരവിദ്വേഷത്തിലും അല്ല കേരളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ജാതി, രാഷ്ട്രീയം, വിശ്വാസം ഇതൊക്കെ അവനവൻ്റെതിനോടൊപ്പം മുറുകെ പിടിക്കാനും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ കാണുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. അതിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പ്രസ്ഥാനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതെല്ലാമാണ്. പിന്നെ മാധ്യമങ്ങളുടെ ചോദ്യമാണെങ്കിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഞങ്ങളെയൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷത്തായിട്ട് പോലും ചിലപ്പോൾ ഒരു സർക്കാർ താല്പര്യത്തിൻ്റെയൊക്കെ പേരിലാണെന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ വളരെ വലിയ അജണ്ടകൾ നിശ്ചയിച്ച് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്ന പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ച് വേട്ടയാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവരെയൊന്നും ഞങ്ങളാരും അങ്ങനെ മുദ്ര കുത്താറില്ല. ഞങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്, ജനാധിപത്യ രീതിയിലുള്ള മറുപടികൾ പറയാറുണ്ട്, ചിലപ്പം ഞങ്ങൾ ബഹിഷ്കരണത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുദ്രകുത്തലിലൂടെ അങ്ങനെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയൊന്നും കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കില്ല. ഇത്തരം മുദ്ര കുത്തുന്ന ആളുകളെ തന്നെ സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവരെ ഭരിക്കുന്ന പാർട്ടിയുടെ വലിയൊരു പിന്തുണ അവർക്കുണ്ട്. ആ ഒരു ബലത്തിലും കൂടെ അല്ലേ അവരിങ്ങനെ ഇത്തരം പ്രസ്താവനകൾ അല്ല, അത് ഈ കാര്യങ്ങളിൽ മാത്രമല്ല. അക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളം ഭരിക്കുന്നവരുടെ കാര്യത്തിൽ അവർക്കിപ്പം ഇല്ലാത്തൊരു കഥ മുഖ്യമന്ത്രി തന്നെ ഒരു പഞ്ചായത്തിലെ ഒരു സ്വതന്ത്രന് UDF അംഗങ്ങൾ കുറച്ച് പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്തതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ BJP ചേർന്ന് അവർ പറഞ്ഞു ജീവൻ പോയാലും ഞങ്ങൾ BJP പോവില്ല എന്ന് അവർ തന്നെ പറയുന്നിടത്ത് മുഖ്യമന്ത്രി തന്നെ രാജീവ് ചന്ദ്രശേഖർ പോലും പറയാത്ത ഭാഷയിൽ മുഖ്യമന്ത്രി തന്നെ പറയാൻ. അപ്പം ജയിച്ചാൽ അപ്പുറത്തേക്ക് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാഴ്ശ്രമം അദ്ദേഹം നടത്തി. പക്ഷെ അപ്പുറത്ത് പോവാതെ തന്നെ BJPക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. കേരളത്തിലെ ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം ഇപ്പോൾ അവരുടെ പാർട്ടി തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ. വൈസ് ചാൻസലറുടെ കാര്യത്തിൽ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ കാര്യത്തിൽ അവരെടുത്ത നിലപാടിനെ സംബന്ധിച്ച്, PM ശ്രീ പദ്ധതിയിൽ അവരെടുത്ത നിലപാടിനെ സംബന്ധിച്ച്, അവരെയൊക്കെ സംബന്ധിച്ച് പിന്നെ CPM എടുത്ത നിലപാടിനെ, മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ CPM-നകത്ത് തന്നെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ തങ്ങളുടെ മുന്നണിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഒരു BJP സ്റ്റാൻഡ് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. അതിപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് അല്ല, അത് ഈ വിഷയത്തിൽ മാത്രമല്ല, അതൊരു പ്രഖ്യാപിത നിലപാടായിട്ട് മാറുകയാണ്. അവിടെ നടക്കുന്ന എല്ലാ രഹസ്യ ചർച്ചകൾക്കും ഒടുവിൽ പാർട്ടിയോ മുന്നണിയോ അറിയാതെ അവരുടെ നിർദ്ദേശം പാലിച്ച് കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് കേരള സംസ്ഥാനത്ത് ഇപ്പോൾ ലേബർ കോഡിൻ്റെ കാര്യത്തിൽ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞില്ലേ, ഇവിടെ ചട്ടങ്ങൾ തയ്യാറാക്കി വെച്ചത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇപ്പം ഇവരാരും അറിയാത്ത തരത്തിൽ അവിടെ കേന്ദ്രം എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രീ അമിത്ഷായും നരേന്ദ്ര